പൈത്തൺ ലൂപ്സ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. പൈത്തൺ ലൂപ്പ് അറിയാതെ നമ്മൾ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത്. അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവണമെന്നില്ല. സോ അതിന്റെ ഒരു ലൂപ്പിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പ്രോഗ്രാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലൂപ്പ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇത് നമ്മൾ എന്തിനാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്? ഇപ്പം പ്രോഗ്രാമിംഗ് ഫീൽഡിലുള്ളവർക്ക് ഇപ്പോൾ ഒരുപാട് ലാംഗ്വേജസ് പഠിക്കുമ്പോൾ അറിയാം. സി ഉണ്ട്, C++ ഉണ്ട്, അതേപോലെ പൈത്തൺ ഉണ്ട്, ജാവ ഉണ്ട്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഇതിലെല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അതിൽ വരുന്ന ഒരു ഭാഗമാണ് ലൂപ്സ്. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ റൺ ചെയ്യണം. എന്തിനാ? അതിന്റെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് റൺ ചെയ്യാറുണ്ട്, അല്ലെ? അപ്പം ഈ റൺ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു പ്രീഡിഫൈൻഡ് ആയിട്ട് ഒരു കണ്ടീഷനോ ഒരു കാര്യങ്ങളോ പറഞ്ഞു കൊടുത്തിട്ടില്ല. സിംപ്ലി ഒരു പ്രോഗ്രാം എഴുതി അത് റൺ ചെയ്യുവാണെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും. സീക്വൻഷ്യലി എന്ന് പറയാം. അതായത് വൺ ആഫ്റ്റർ ദ അനദർ. ഈ ഒരു രീതിയിലായിരിക്കും അതിനകത്ത് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പൊ ബൈ ഡീഫോൾട്ട് ഈ ഒരു രീതിയിലാണ് എല്ലാ ലാംഗ്വേജസിലും എന്ത് നടക്കുന്നത്? എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു സിറ്റുവേഷൻ വരികയാണ്. അതായത് ഈ നോർമൽ എക്സിക്യൂഷൻ അല്ല എന്റെ പ്രോഗ്രാമിംഗിൽ നടക്കേണ്ടുന്നത്. ഞാൻ എഴുതിയ ഒരു കോഡിനകത്ത് ചില പോർഷൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടിയതാണ്. അപ്പൊ അതാണ് എനിക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടുന്നത്? എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്. അത് ചെയ്തതിന് ശേഷം മതി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്നൊരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സിന്റെ യൂസ് വരുന്നത്. അതായത് നോർമൽ എക്സിക്യൂഷൻ അല്ല എനിക്ക് വേണ്ടുന്നത്. അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇതാണ് എന്റെ കണ്ടീഷൻ, ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം. അതിന്റെ റിസൾട്ട് മേ ബി രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിന് ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ട് ആവശ്യമായിട്ട് വരും. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ പോർഷനിൽ എനിക്ക് എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു ക്രൈറ്റീരിയ, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും പ്രോഗ്രാമിന്. അതായത് എല്ലാം മാനുവലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ നടക്കുന്നത്. അല്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവ് സിസ്റ്റത്തിനില്ല. സോ നമ്മൾ ത്രൂ പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടിയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഏതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിൽ ലൂപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ലൂപ്പ് ഒരു ബൈ മീനിങ് നമുക്ക് മനസ്സിലാവും എന്താ? എന്തോ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നടക്കുന്നു. അതാണ് അതിന്റെ ഒരു മീനിങ്. അതേ സെയിം മീനിങ് ആണ് നമ്മുടെ പ്രോഗ്രാമിലും വരുന്നത്. ലൂപ്പിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. എ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് അലോ അസ് ടു എക്സിക്യൂട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് മൾട്ടിപ്പിൾ ടൈംസ്. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുവാണ്. നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ എക്സിക്യൂഷൻ ആണ് നടക്കുന്നതെങ്കിൽ സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്തങ്ങ് പോകും. അതിനകത്ത് എനിക്ക് ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് കുറെ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതായത് അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടുവാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യും? നോർമൽ എക്സിക്യൂഷൻ ആണ് അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പം എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചർ, ഒരു ലൂപ്പ്, അതിന് പറഞ്ഞ പേരാണ് ലൂപ്പ്. ഓക്കെ. അപ്പൊ ലൂപ്പിന്റെ ഡെഫിനേഷൻ ഇതാണ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ലൂപ്പിന്റെ ഒരു ഡെഫിനിഷൻ. ഇനി നമുക്ക് എത്ര ടൈപ്പിലുള്ള ലൂപ്സ് ആണ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിനനുസരിച്ച് ലൂപ്സും എന്ത് ചെയ്യും? വേരി ചെയ്യും, അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് വേരി ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സി ആണ് അല്ലെങ്കിൽ C++ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ലൂപ്പ് വേറെ ആയിരിക്കും. ഇതും ഇതിന്റെ ആഡ് ഓൺ ആയിട്ട് കുറെ കൂടി ടൈപ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇങ്ങനെ കുറെ സ്വിച്ച്, ഇങ്ങനെ കുറെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് മറ്റുള്ള ലാംഗ്വേജസിൽ വരുന്നുണ്ട്. ബട്ട് പൈത്തണിനകത്ത് വ്യത്യാസമുണ്ട്. പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ലൂപ്പ് ആണ് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, നെക്സ്റ്റഡ് ലൂപ്പ്. സോ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക്
എന്താ പറയാ എക്സാമിന് ചോദിക്കുമായിരിക്കും, ഓഡ് വൺ ഔട്ട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഡു വൈലോ സ്വിച്ചോ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അത് പൈത്തൺ സപ്പോർട്ട് ചെയ്യത്തില്ല. സോ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന 3 ലൂപ്പുകളാണ് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് നെസ്റ്റഡ് ലൂപ്പ്. ഓക്കെ, ഇനി വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ പ്രോഗ്രാമിൽ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കേണ്ടുന്നത്, ഒരു കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ വൈൽ ലൂപ്പിന്റെ പ്രത്യേകത ഇതാണ്: ഏത് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്, അത് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് വൈൽ ലൂപ്പിന്റെ പ്രത്യേകത. ഓക്കെ, റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് എ ടാർഗറ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് ലോങ് ആസ് എ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. അതായത് ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാമിനകത്ത് ഇപ്പൊ ഒരു 100 ലൈൻസ് ഓഫ് കോഡ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ 100 ലൈൻസും എക്സിക്യൂട്ട് ചെയ്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. അതിനകത്ത് ലൈബ്രറി ഫങ്ഷൻസ് കാണും, അല്ലെങ്കിൽ എന്താ പറയുക സപ്പോർട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഓഫ് കോഡ് വല്ലതും കാണും. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല, അപ്പം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ലൂപ്സ്, കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനുള്ളിലെ ആ കണ്ടീഷനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ഈ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഇതൊക്കെ, ഈ ലൂപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് വൈൽ ലൂപ്പിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ആണ് വൈൽ. അതായത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ വൈൽ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുമായിരിക്കും യൂസിങ് വൈൽ ലൂപ്പ് എന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വെച്ച് എഴുതാൻ പറ്റില്ല, വൈൽ ലൂപ്പ് തന്നെ എഴുതണം. അപ്പൊ നമ്മൾ ആ ലൂപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് വൈൽ. ഓക്കെ, അപ്പം ആ ഒരു കീവേഡ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് മനസ്സിലാവും ഇതൊരു വൈൽ ലൂപ്പ് ബ്ലോക്ക് ആണ്. അപ്പൊ അതിന്റെ എക്സിക്യൂഷൻ ഏത് രീതിയിലായിരിക്കണം പോകേണ്ടുന്നത്, അതൊക്കെ ഇൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് ആഡ് ചെയ്യപ്പം എന്താ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ, ഇപ്പം സി പ്രോഗ്രാമിംഗ് ആണെങ്കിൽ #include stdio.h എന്ന് പറഞ്ഞ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്, അതായത് നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാമിന് പുറമെ എന്തൊക്കെയാണ് നടക്കേണ്ടുന്നതെന്ന് ലൈബ്രറി ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിങ്ങിന് മനസ്സിലാവും, അല്ലെങ്കിൽ സിസ്റ്റത്തിന് മനസ്സിലാവും. അപ്പം ഇത്തരത്തിലുള്ള കീവേഡ്സ്, ഈ കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ വൈൽ ലൂപ്പിന് വരാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു പേര് കൊടുക്കാൻ പറ്റത്തില്ല. ഇൻബിൽറ്റ് ആയിട്ടുള്ള എന്താ പറയുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഈ കീവേഡ്സ്. അപ്പൊ വൈൽ ലൂപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് വൈൽ. ഓക്കെ, ഇനി ഞാൻ ഒരു കോഡ്, ലൈൻസ് ഓഫ് കോഡ് ഞാൻ വൈൽ ലൂപ്പിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാത്തിനും സിൻടാക്സ് ഉണ്ട്, അതായത് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ എഴുതിയില്ലെങ്കിൽ എറർ അടിക്കും. ഓക്കെ, അതിന് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നു. ആദ്യം ലോജിക്കലി നമ്മളുടെ പ്രോഗ്രാം സിൻടാക്റ്റിക്കലി കറക്റ്റ് ആണെന്ന് നോക്കും, പിന്നെ ലോജിക്കലി കറക്റ്റ് ആണെന്ന് നോക്കും. ഇതെല്ലാം എറർ ഫ്രീ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ഇതാണ്. വൈൽ നമ്മൾ പറഞ്ഞു, കീവേഡ് വൈൽ ആൻഡ് ദെൻ ഒരു എക്സ്പ്രഷൻ, കുറെ കണ്ടീഷൻ, നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ അത് പറഞ്ഞു കൊടുക്കും, ദെൻ ഫുൾ കോളൻ. പിന്നെ ഒരു പ്രത്യേകത, ബാക്കി ലാംഗ്വേജസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൈൽ ലൂപ്പിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡന്റേഷൻ അല്ലെങ്കിൽ സ്പേസിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എറർ അടിക്കും. അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ വൈൽ എക്സ്പ്രഷൻ ഫുൾ കോളൻ എഴുതി, നേരെ ആ വൈലിന്റെ നേരെ താഴെ തന്നെയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എറർ ആയിരിക്കും. ഒരു 1 ടാബ് സ്പേസിലായിരിക്കണം നമ്മുടെ വൈൽ ലൂപ്പിന്റെ കണ്ടന്റ് കിടക്കേണ്ടുന്നത്. അതായത് നമുക്ക് C++ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രേസസ്, കേർലി ബ്രേസസ് യൂസ് ചെയ്യും. അതായത് ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ആ കേർലി ബ്രേസസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫംഗ്ഷൻ ആണോ, ഇതൊരു ലൂപ്പ് ആണോ എന്നൊക്കെ. ബട്ട് പൈത്തണ് നമ്മൾ കേർലി ബ്രേസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇൻഡന്റേഷൻ അല്ലെങ്കിൽ സ്പേസിംഗ് വെച്ചിട്ടാണ് മനസ്സിലാവുന്നത്. ഈ വൈൽ എക്സ്പ്രഷൻ ഫുൾ കോളൻ കഴിഞ്ഞ് 1 ടാബ് അകത്തോട്ട് കയറി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആ വൈലിന്റെ ആയിരിക്കും. ആ വൈൽ ലൂപ്പ് ട്രൂ ആയാൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് 1 ടാബ് അകത്തോട്ട് കൊടുക്കേണ്ടുന്നത്. സപ്പോസ് എന്റെ ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നേരെ എന്ത് ചെയ്യും, 1 ടാബ് വീണ്ടും വെളിയിലോട്ട് വന്നിട്ട് ആ വൈലിന്റെ നേരെ താഴെ എഴുതുക. ഈ ഒരു രീതിയിലാണെങ്കിൽ എറർ അടിക്കത്തില്ല, അല്ലെങ്കിൽ ഇൻഡന്റേഷൻ സ്പേസിംഗ് പ്രശ്നമാണ്. പക്ഷെ നമ്മളുടെ സിൻടാക്സ് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല, ഇൻഡന്റേഷൻ സ്പേസിംഗ് അത് എറർ അങ്ങനെ തന്നെ കാണിക്കും, ഇൻഡന്റേഷൻ ചെക്ക് ചെയ്യാന്നുള്ളൊരു എറർ തന്നെ കാണിക്കും.
അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം പൈത്തണിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് റൈറ്റ് ചെയ്യുന്ന സമയത്തും ആ ഒരു തോട്ട് ഉണ്ടായിരിക്കണം. ഇൻഡന്റേഷൻ അല്ലെങ്കിൽ സ്പേസിങ് കറക്റ്റ് ആക്കിയിട്ട് വേണം പ്രോഗ്രാം എഴുതാൻ. പിന്നെ അതേപോലെ തന്നെ ഈ ഫുൾ കോളൻ, ഈ ലൂപ്പ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫുൾ കോളൻ പൈത്തൺ മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും ശ്രദ്ധിച്ചു വേണം പ്രോഗ്രാം എഴുതാൻ. സോ സിന്റാക്സ് ഇതാണ് വൈൽ ലൂപ്പിന്റെ. വൈൽ എക്സ്പ്രഷൻ ഓർ കണ്ടീഷൻ ഫുൾ കോളൻ, ദെൻ എന്ത് കണ്ടീഷൻ ട്രൂ ആയാലുള്ള സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്, അതാണ് ബ്രാക്കറ്റിൽ എസ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ആ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യൂ, ആ വൈൽ ലൂപ്പിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ വൈൽ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വൈൽ എന്ന് പറയുന്ന കീവേഡ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, കൗണ്ട് ലെസ് ദാൻ 9. ഇതെന്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് എനിക്ക് റൺ ആവേണ്ടുന്നതുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആ വൈൽ എന്ന് പറയുന്ന ആ കീവേഡ്, ആ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം സപ്പോസ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ വൈൽ കൗണ്ട് ലെസ് ദാൻ 9 എന്ന് പറയുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എറർ അടിക്കും. കാരണം കൗണ്ട് എന്ന് പറയുന്നതിനകത്ത് വാല്യൂസ് ഇപ്പൊ ഒന്നുമില്ല. കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ് അവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൗണ്ടിനൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്, കൗണ്ട് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യുവാണ്. വൈൽ 0, കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ 0 ആണ്, 0 ലെസ് ദാൻ 9 ആണെങ്കിൽ, ട്രൂ ആണല്ലോ, 0 ലെസ് ദാൻ 9 ആണ് ആണെങ്കിൽ എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്? അപ്പൊ വൈൽ ലൂപ്പിന്റെ ബ്ലോക്കിനകത്തോട്ട് കയറും എക്സിക്യൂഷൻ, പ്രിന്റ് ദ കൗണ്ട് ഈസ്. ദ കൗണ്ട് ഈസ് എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ നമ്മൾ എന്ത് തന്നെ കൊടുത്താലും അത് അതേപോലെ പ്രിന്റ് ആവും. അപ്പൊ ദ കൗണ്ട് ഈസ് എന്ന് പറയുന്നത് പ്രിന്റ് ആവും. ദെൻ ഒരു കോമ കഴിഞ്ഞിട്ട് നമ്മൾ ആ വേരിയബിൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതാണ് നമ്മുടെ വേരിയബിൾ? കൗണ്ട്. കൗണ്ടിൽ ഇപ്പൊ ഇരിക്കുന്ന വാല്യൂ ഏതാണ്? 0. അതായത് നമുക്ക് യൂസറിന് എന്തായിരിക്കും കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിച്ചോണം. അപ്പം ദ കൗണ്ട് ഈസ് എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ യൂസറിന് അറിയത്തില്ല എന്താണ് കൗണ്ട് എന്നുള്ളത്. അപ്പം ആ വാല്യൂയും കൂടെ കാണിക്കണ്ടേ? അതിന് പറയുന്ന വേരിയബിൾ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം, കോമ കൗണ്ട്. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യണം അതേപോലെ പ്രിന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒന്നുകിൽ സിംഗിൾ കോട്ട്സിൽ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ കോമ അതിന് ശേഷം വേരിയബിൾ നെയിം. ഓക്കെ, അപ്പം ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആയി, 0 ലെസ് ദാൻ 9 എന്നുള്ളൊരു കണ്ടീഷൻ ട്രൂ ആയി. മതിയോ? നമുക്ക് 9 വരെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 9, അതിൽ മേലോട്ടായാലാണ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, കൗണ്ട് എന്ന് പറഞ്ഞത് ആദ്യം 0 ആണ്. അപ്പം അടുത്ത വാല്യൂ ചെക്ക് ചെയ്യണമെങ്കിൽ കൗണ്ട് ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യണമല്ലോ, ഒന്നും കൂടെ കൂടണ്ടേ? അതിന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അടുത്ത പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, അതായത് 0 പ്ലസ് 1. അപ്പൊ കൗണ്ടിന്റെ വാല്യൂ എത്രയായി? 1 ആയി. ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ വരുമ്പോൾ എന്തായിരിക്കും? കൗണ്ട് എന്ന് പറയുന്നത് 1 ആയി, 1 ലെസ് ദാൻ 9 ആണോ എന്ന് ചെക്ക് ചെയ്തു, ട്രൂ ആണ്. അഗൈൻ അകത്തോട്ട് കയറി കൗണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? 1 എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യും. ഇത് എപ്പോ വരെ ചെയ്യും? ലെസ് ദാൻ 9 വരെ ആണല്ലോ ചെയ്യുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരുന്നുണ്ടെങ്കിൽ 9 വരെ, കൗണ്ടിന്റെ വാല്യൂ 9 ആവുന്ന വരെ ചെക്ക് ചെയ്യും. ഇവിടെ ഇപ്പം 8 വരെ ചെക്ക് ചെയ്യും. 8 ലെസ് ദാൻ 9 എന്നൊരു കണ്ടീഷൻ വരെ ചെക്ക് ചെയ്യും. 9 ആവുന്ന സമയത്ത് നമ്മളുടെ വയലിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആയി, നേരെ വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് വരും? ഇൻഡന്റേഷൻ കിടക്കുന്ന കണ്ടോ? വൈൽ ലൂപ്പിന്റെ നേരെ 1 ടാബ് വെളിയിലാണ് കിടക്കുന്നത്, പ്രിന്റ് ഗുഡ് ബൈ. അപ്പൊ ഗുഡ് ബൈ എന്നുള്ളത് എപ്പോഴായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? നമ്മൾ ഈ 8ന് കൂടുതൽ ഏതൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാലും, കാരണം നമ്മുടെ കണ്ടീഷൻ 9 വരെ ഉള്ളൂ, അതിന് കൂടുതൽ ഇപ്പൊ 8 മുതൽ അങ്ങോട്ടോ ഏത് ഡിജിറ്റ് കൊടുത്താലും പ്രിന്റ് ആവുന്നത് എന്തായിരിക്കും? ഗുഡ് ബൈ ആയിരിക്കും. ഇതാണ് നേരത്തെ സിന്റാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ വയലിന്റെ ഒരു ഫോൾസ് കണ്ടീഷൻ വരുമ്പോൾ അതിൽ നമുക്കൊരു എൽസ് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റേ വരുന്നുള്ളൂ, ഗുഡ് ബൈ എന്ന് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എൽസ് കേസ് യൂസ് ചെയ്യാഞ്ഞത്. ഇതാണ് ഒരു വയൽ ലൂപ്പിന്റെ പറയുന്നത് ഒരു പ്രോഗ്രാം. സിമ്പിൾ പ്രോഗ്രാം ആണ്. ചുമ്മാതെ പ്രിന്റ് മാത്രം കൗണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വരില്ല. നമുക്ക് വീണ്ടും ഐട്രേഷൻ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അസൈൻ ചെയ്ത ആദ്യത്തെ വാല്യൂ എന്തെന്ന് പറഞ്ഞാൽ, ഈ അസൈൻ ചെയ്തത് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് മാത്രമല്ല 8 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ കൗണ്ടിന്റെ വാല്യൂ ഇപ്പൊ 1 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 1 to 8 ആയിരിക്കും ചിലപ്പോൾ പ്രിന്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ്. പ്രോഗ്രാമിംഗിൽ ഞാനിപ്പോ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തതാണ്.
പിന്നെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നതും കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് പറയുന്നതിന് പകരം കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. കൗണ്ട് പ്ലസ് പ്ലസിന്റെ മീനിങ് ഇതാണ്, കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്നേ ഉള്ളൂ. 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വേണമെങ്കിൽ കൗണ്ട് പ്ലസ് 2 ആണെന്നുണ്ടെങ്കിൽ 0+2 എന്നുള്ളൊരു രീതിയിൽ ഇറ്ററേഷൻ പോകും. അതെല്ലാം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. സിന്റാക്സ് കറക്റ്റ് ആയിരിക്കണം, ഇൻഡന്റേഷൻ കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഒരു ബേസിക് എക്സാമ്പിൾ ഓഫ് വൈൽ ലൂപ്പ്. ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് എക്സിക്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. അതാണ് വൈൽ ലൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഫോർ ലൂപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഒരു ഒറ്റ സിംഗിൾ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് എക്സിക്യൂഷന്റെ ഫ്ലോയെ നമ്മൾ എന്താ ചെയ്തെന്ന് മാനേജ് ചെയ്തത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക നമ്മളൊരു കണ്ടീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഐറ്ററേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണം. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് ആയിരിക്കും. ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, എന്ത് വേണേലും ആയിരിക്കാം. ഇപ്പം എന്താ പറയുന്ന അത്തരത്തിലുള്ള ഒരു സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ് 101 എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് തന്നെയാണ്, കാരണം കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. ആ 101നെ എനിക്ക് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ, ഓരോ ഡിജിറ്റ് ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് ആയിരിക്കും. മനസ്സിലായോ? കാരണം അതിലെ ഓരോ ഡിജിറ്റിനെയും എനിക്ക് ചെക്ക് ചെയ്യണം എന്റെ എക്സിക്യൂഷനിൽ. അങ്ങനെയുള്ള കേസസ് ഒരുപാട് വരാമല്ലോ. ഇപ്പം അറേ, സ്ട്രിങ്, ലിസ്റ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ ഓരോ എലമെന്റ്സിനെയും എനിക്ക് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതും ഈ പറഞ്ഞതുപോലെ ഒരു തവണയല്ലല്ലോ എക്സിക്യൂഷൻ നടക്കുന്നത്, റിപ്പീറ്റഡ്ലി എക്സിക്യൂഷൻ നടക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പ് ഏതാണ്, ഫോർ ലൂപ്പ്. ഓക്കെ, നേരത്തെ വൈൽ കീവേഡ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫോർ ലൂപ്പിന് ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഫോർ. ദെൻ അതിന്റെ സിന്റാക്സ് ഫോർ ഐട്രേറ്റിംഗ് അണ്ടർസ്കോർ വാർ എന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വേരിയബിൾ നെയിം, അത് എന്ത് വേണേലും ആവാം, ABCD എന്ത് വേണേലും ആവാം. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ ഐ എന്നാണ്. എന്ത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. ഫോർ ഐ ഇൻ സീക്വൻസ്, അതായത് ഈ സീക്വൻസ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് അടുത്ത എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ആ സീക്വൻസ് എന്ന് പറയുന്നതും നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്താ, ഒരു പേര് കൊടുക്കാം, നെയിംസ് എന്ന് കൊടുക്കാം. ഫോർ എ ഇൻ നെയിംസ് എന്ന് കൊടുക്കാം, ഫോർ ബി ഇൻ നെയിംസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പകരം എന്ത് വേരിയബിൾ വേണേലും അവിടെ കൊടുക്കാം. അതിൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കണം. അതിലെ ഓരോ ഐറ്റത്തിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐട്രേറ്റിംഗ് വാറിന് പകരം നമുക്ക് അവിടെ എന്ത് വേരിയബിൾ കൊടുക്കാം എന്നും പറയുന്നത്. അതായത് ഫോർ ഐറ്റം ഇൻ എന്താ പറയുന്ന ഒരു അവിടെ എന്തെങ്കിലും ഒരു വേരിയബിൾ, സപ്പോസ് സീക്വൻസ് തന്നെ ആയിക്കോട്ടെ. അപ്പം സീക്വൻസിലെ ഓരോ ഐറ്റത്തിനെയും നമ്മൾ റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്യുന്നു, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അത് ട്രൂ ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻഡന്റേഷൻ ശ്രദ്ധിക്കുക. 1 ടാബ് അകത്തോട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർ ലൂപ്പ് ട്രൂ ആണെങ്കിൽ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് എന്ത് പറയുന്നത്, ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഈ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫോർ എന്തായിരുന്നു അവിടെ പറഞ്ഞത്, ഐട്രേറ്റിംഗ് വേരിയബിൾ ഇൻ സീക്വൻസ് എന്ന് പറഞ്ഞെടുത്ത് എക്സാമ്പിളിൽ നോക്കിയ ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ്. അപ്പം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലെ ഐറ്റത്തിനെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിലെ എലമെന്റ്സ് ഏതൊക്കെയാ, അല്ലെങ്കിൽ ഐറ്റംസ് ഏതൊക്കെയാ, ബനാന, ആപ്പിൾ, മാംഗോ. ഈ 3 ഐറ്റംസ് ഉള്ള എന്റെ ഒരു ലിസ്റ്റ് ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്റെ എന്താ പറയാ ഫോർ ലൂപ്പിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതിലെ ഓരോ എലമെന്റിനെയും ഞാൻ ചെക്ക് ചെയ്യുന്നു. അതിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, ബനാന, ആപ്പിൾ, മാംഗോ. എന്റെ എന്താ പറയുന്ന ലിസ്റ്റ് ഏതാണ്, ഫ്രൂട്ട്സ്. അപ്പം ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ സീക്വൻസ് അല്ലെങ്കിൽ ലിസ്റ്റ്, അതിലെ ഓരോ വേരിയബിളിനെ അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനെയും ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് എന്ന് പറയുന്ന എന്താ പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നു. അവിടെ ഫ്രൂട്ടിന് പകരം എഫ് എന്ന് യൂസ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അത് ട്രൂ ആണെങ്കിൽ എന്താ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുവാണ്, ആണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, കറണ്ട് ഫ്രൂട്ട് അതേപോലെ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് സിംഗിൾ കോട്ട്സിൽ പറഞ്ഞിരിക്കുന്നു. ദെൻ ഓരോ എലമെന്റിനെ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആ എലമെന്റ് ഏതാണ്, ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ലിസ്റ്റ് ആണ്.
അതിലെ എലമെന്റ് ഏതാണ്? ഫ്രൂട്ട്. സോ ഞാൻ കോമ ഇട്ടിട്ട് നേരത്തെ കൗണ്ടിന് പകരം ഇപ്പൊ ഏതാണ്? ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ പ്രിന്റ് ചെയ്യിക്കുവാണെങ്കിൽ ഏത് ആയിരിക്കും വരുന്നത് ആദ്യം? ബനാന എന്ന് പറയുന്നതായിരിക്കും ആദ്യം പ്രിന്റ് ചെയ്യുന്നത്. കറണ്ട് ഫ്രൂട്ട്. ആദ്യത്തെ എലമെന്റ് ഏതാണ്? ബനാനയല്ലേ? ആ ഒരു ഓർഡറിലാണ് എക്സിക്യൂഷൻ പോകുന്നത്. സപ്പോസ് ഈ കണ്ടീഷൻ ഞാൻ ഫ്രൂട്ട്സിലെ 3 എലമെന്റ്സ് ഉണ്ടായിരുന്നു. 3 എലമെന്റ്സും ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എക്സിക്യൂഷൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവും. എന്നിട്ട് പ്രിന്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? ഗുഡ് ബൈ. അത് നേരെ ആ ഫോർ ലൂപ്പിന്റെ നേരെ താഴെയല്ലേ ഇൻഡന്റേഷൻ വന്നിരിക്കുന്നത്. അപ്പം എന്താ മനസ്സിലാവും? പ്രോഗ്രാമിന് മനസ്സിലാവും എന്ത്? എക്സിക്യൂഷൻ ഫോർ ലൂപ്പിന്റെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഗുഡ് ബൈ എന്നുള്ളത് പ്രിന്റ് ആവും. മനസ്സിലായോ? ഇതാണ് ഫോർ ലൂപ്പ്. നേരത്തെ നമ്മൾ ഒരൊറ്റ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സീക്വൻസ് ഓഫ് ഐറ്റംസിനെ അല്ലെങ്കിൽ സ്ട്രിങ് പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഐട്രേറ്റ് ചെയ്യാം, റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വൈലും ഫോർ ലൂപ്പും നമ്മൾ പഠിച്ചു. ചില വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ എഴുതി തുടങ്ങുമ്പോൾ ഒറ്റ ഫോർ ലൂപ്പ് കൊണ്ടോ ഒറ്റ വൈൽ ലൂപ്പ് കൊണ്ടോ നമുക്ക് എക്സിക്യൂഷൻ തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തോ വേണം? ഒന്നിൽ കൂടുതൽ ഫോർ ലൂപ്പും ഒന്നിൽ കൂടുതൽ വൈൽ ലൂപ്പും എന്ത് ചെയ്യണം? ഉൾക്കൊള്ളിച്ച് കമ്പൈൻ ചെയ്ത് എഴുതേണ്ടി വരും. നെസ്റ്റഡ് ലൂപ്പ് നെസ്റ്റ് ചെയ്ത് എഴുതുക, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. Python language allow us to use one loop inside another loop. ഫോർ ലൂപ്പിനകത്ത് വേറൊരു ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പിനകത്ത് വേറൊരു വൈൽ ലൂപ്പ്, അതും പോരാ ഫോർ ലൂപ്പിനകത്ത് വേറൊരു വൈൽ വേണേലും ചെക്ക് ചെയ്യാം. ഇങ്ങനെ വൺ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. അതിന്റെ രണ്ട് സിന്റാക്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രോഗ്രാംസ് ഞാൻ എഴുതിയിട്ടില്ല. അതിന്റെ സിന്റാക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എഴുതി തറവ് ആയാൽ മതി. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ സിന്റാക്സിൽ യാതൊരു മാറ്റവും ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിന്റെയും പോലെ സിന്റാക്സ് സെയിം ആണ്. പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഫോർ ലൂപ്പിന്റെ ആദ്യത്തെ സിന്റാക്സ് എഴുതുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അകത്ത് അടുത്ത നെസ്റ്റഡ് ഫോർ ലൂപ്പ് എഴുതുന്നു, അതും ട്രൂ ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യേണ്ടുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പം പ്രോഡക്റ്റ് ഓഫ് എ മെട്രിക്സ് അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പം ഒരു കണ്ടീഷൻ മാത്രമല്ല, നമുക്ക് എന്താ പറയുന്നത്, റോസും കോളംസും ഡയഗണൽസും എല്ലാം ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് വരും. അത്തരത്തിലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഈ സിന്റാക്സും എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് ഫോർ ലൂപ്പിന്റെ എക്സാമ്പിള്. ദെൻ വൈൽ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നെസ്റ്റഡ് വൈലിന്റെ. ഇതാണ് നെസ്റ്റഡ് ലൂപ്പ്. സോ ലൂപ്സ് നമുക്ക് ഇത്രയാണ് വരുന്നത്: വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് നെസ്റ്റഡ് ലൂപ്പ്. ഇത്ര വരുമ്പോഴത്തേക്ക് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ലൂപ്സ് അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതും എല്ലാ ലാംഗ്വേജസിലും വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പൈത്തണിനകത്ത് വരുമ്പോൾ പാസ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ ലൂപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് പൊതുവേ നമ്മൾ പറഞ്ഞത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നാണ്. സോ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണോ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് തറവായിട്ട് എഴുതി തുടങ്ങുക. മാത്രമല്ല കൺട്രോൾ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്, ലൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും അതിന്റെ കൂടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് നല്ല കാര്യമാണ്. കാരണം ഇതൊക്കെ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്പിനകത്തൊക്കെ. അപ്പം ലൂപ്പിന്റെ എസ്സേ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, ഇത് എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു നോർമൽ എക്സിക്യൂഷൻ നമ്മളൊന്ന് മാറ്റി പിടിച്ച് ഏതൊക്കെയാ പ്രയോറിറ്റി, ഏതൊക്കെയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലൂപ്സ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവിടെയും കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പറയുവാണ്. ഇപ്പൊ ഞാനൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തു, ആ വൈൽ ലൂപ്പ് ഫുള്ളോട് എനിക്ക് എക്സിക്യൂട്ട് ആവേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ ആ നോർമൽ എക്സിക്യൂഷനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഞാനൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ടു ചേഞ്ച് ദ എക്സിക്യൂഷൻ ഫ്രം ഇറ്റ്സ് നോർമൽ സീക്വൻസ്. അതായത് നോർമൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു എക്സിക്യൂഷനും ആവാം. ആ ഫ്ലോയെ, ആ ഒരു ഓർഡറിനെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചേഞ്ച് ചെയ്യാന്ന് ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ അവിടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന 3 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. ഇത് 3ഉം കീവേഡ്സ് ആണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. ഇനി ഇത് ഓരോന്നായിട്ട് നോക്കാം. ബ്രേക്ക് എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് പോലെ തന്നെ എന്തോ നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ്.
നമ്മുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിൽ നമ്മൾ എന്താണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്? എക്സിക്യൂഷനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം സുഖമായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇടയ്ക്ക് വെച്ച് ഞാൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ വരെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, താഴോട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് ആ ലൂപ്പ് താഴോട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇതാണ് ഒരു ഓവറോൾ ഐഡിയ. അതായത് ഇറ്റ് ടെർമിനേറ്റ് ദ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ എക്സിക്യൂഷൻ ടു ദ സ്റ്റേറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ ലൂപ്പ്. ഇപ്പം ഒരു എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വൈൽ ലൂപ്പിനകത്ത് കണ്ടീഷൻ പറയുകയാണ് വൈൽ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ വൈലിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിള് വാർ എന്നാണ്. വാറിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 10. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ 10 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ശരിയാണല്ലോ, കണ്ടീഷൻ ശരിയാണ്. ലൂപ്പിനകത്തോട്ട് കയറി പ്രിന്റ് ചെയ്യുകയാണ് കറണ്ട് വേരിയബിൾ വാല്യൂ വാർ. അത് ആദ്യം എത്രയായിരിക്കും വേരിയബിളിന്റെ വാല്യൂ? 10 ആണ്. അപ്പൊ 10 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് നേരത്തെ നമ്മൾ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻക്രിമെന്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഡിക്രിമെന്റും ചെയ്യാം, അതായത് കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് വേരിയബിൾ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. ആദ്യത്തെ ഒരു വാല്യൂ എത്ര കൊടുത്തു? 10 കൊടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിക്രിമെന്റ് ചെയ്ത് വരിക. കണ്ടീഷൻ ഫോൾസ് ആവുന്ന വരെ ഡിക്രിമെന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും. കാരണം ഞാൻ കൊടുത്തിരിക്കുന്നത് വേരിയബിൾ ഈസ് ഈക്വൽ ടു വേരിയബിൾ -1 എന്നാണ്. ഓക്കെ, അപ്പൊ ഞാനത് ഡിക്രിമെന്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ് ഇപ്പോഴത്തെ വേരിയബിളിന്റെ വാല്യൂ ഡബിൾ ഈക്വൽ ടു 5 ആണോ. അതായത് ആദ്യം ചെക്ക് ചെയ്യുക, നമ്മൾ വാർ ഈക്വൽ ടു 10 എന്നാണ് കൊടുത്തത്. അതായത് വേരിയബിൾ അല്ലെങ്കിൽ വാർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. താഴെ നോക്കിയേ, വേരിയബിൾ ഡബിൾ ഈക്വൽ ടു 5. അതൊരിക്കലും അസൈൻ ചെയ്യുകയല്ല, കമ്പയർ ചെയ്യുവാണ് നമ്മൾ. ഡബിൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ കമ്പാരിസൺ. വേരിയബിളിന്റെ വാല്യൂ 5 ആണോ, അതിനാണ് നമ്മൾ ഡബിൾ ഈക്വൽ ടു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ എന്റെ എത്ര വേരിയബിൾ നെയിം ഇരിക്കുന്നത് ഇപ്പം 10 അല്ലെങ്കിൽ 9 ആയിരിക്കുമല്ലോ. അത് ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കുക. 5 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ബ്രേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണോ? ബ്രേക്ക് ചെയ്യണ്ട. അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഞാനൊരു കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ വേരിയബിളിന്റെ 5 വരെ എക്സിക്യൂഷൻ നടക്കും. 5 ആകുമ്പോൾ വേരിയബിളിന്റെ വാർ എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പൊ 5 എന്ന് പറഞ്ഞത് വാല്യൂ ഇരിപ്പുണ്ട്. ഞാൻ ചെക്ക് ചെയ്യുവാണ് വേരിയബിൾ ഈക്വൽ ടു 5 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുക മീൻസ് എന്താണ്? പിന്നെ നമുക്ക് വേരിയബിൾസ് എവിടെയാ വരാ? 1 വരെ ചെക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ 0 അല്ലേ. സോ 1 വരെ ചെക്ക് ചെയ്യാം. പക്ഷെ 5 കൊണ്ട് എന്റെ എക്സിക്യൂഷൻ നിൽക്കും. കാരണം എന്താ? താഴോട്ടുള്ള എക്സിക്യൂഷൻ നടക്കണ്ട. വേരിയബിളിന്റെ വാല്യൂ 5 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ യൂസിങ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബ്രേക്ക് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വരെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൺട്രോൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇവിടം കൊണ്ട് എക്സിക്യൂഷൻ കഴിഞ്ഞെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വൈൽ ലൂപ്പിന്റെ ഒരു എൽസ് കേസ് അവിടെ കിടപ്പുണ്ട്, പ്രിന്റ്. അത് പ്രിന്റ് ആവും. കാരണം ഈ വൈൽ ലൂപ്പിന്റെ ട്രൂ ബ്ലോക്കിൽ വരുന്ന ഒരു ഇഫ് ആണ് എന്താ റൺ ആയത്, അവിടെ വെച്ചാണ് ബ്രേക്ക് ആയത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നടക്കാത്തത്. അതിന്റെ എക്സിക്യൂഷൻ ആണ് നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ വൈലിന്റെ എക്സിക്യൂഷൻ ബാക്കി നടക്കും. സോ ഗുഡ് ബൈ എന്നുള്ളത് കൂടി പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതതിന്റെ ഒരു ഔട്ട്പുട്ട് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് വേരിയബിൾ വാല്യൂ 10 ആയിരുന്നു. വേരിയബിളിന്റെ വാല്യൂ 10 ഡിക്രിമെന്റ് ചെയ്ത് 9 ആയി. കണ്ടീഷൻ ട്രൂ ആയിരുന്നു. 8 ആയി ട്രൂ ആണ്. 7 ആയി ട്രൂ ആണ്. അപ് ടു എവിടെ വരെ പോയി? 6 വരെ പോയുള്ളൂ. 5ാമത്തെ നമ്പർ വന്നപ്പോഴത്തേക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇഫ് വേരിയബിൾ ഈക്വൽ ടു 5 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. സോ 5, 4, 3, 2, 1 നടക്കത്തില്ല. 6 കൊണ്ട് ബ്രേക്ക് ആയി. എന്നിട്ട് ലാസ്റ്റിൽ എൽസ് കേസിലെ പ്രിന്റ് ചെയ്തു. ഏതാണ്? ഗുഡ് ബൈ എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇതാണ് ബ്രേക്ക്. നമുക്ക് എവിടെ വരെ മതി എക്സിക്യൂഷൻ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അവിടെ വെച്ച് എക്സിക്യൂഷൻ ബ്രേക്ക് ആയിക്കോളൂ. ഓക്കെ, അതാണ് ബ്രേക്ക്. ഇനി അടുത്തത് കണ്ടിന്യൂ. കണ്ടിന്യൂ ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിട്ട് ബ്രേക്ക് ആണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ടെർമിനേറ്റ് ചെയ്യും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ ചെയ്യുവാണ്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കണ്ടീഷൻ മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സിക്യൂഷൻ നടക്കും. അതാണ് കണ്ടിന്യൂവിന്റെ മീനിങ്. അവിടെ വെച്ചിട്ട് പൂർണ്ണമായിട്ടും ബ്രേക്ക് ആവുമല്ല. ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരിക്കുമല്ലോ. നേരത്തെ സെയിം എക്സാമ്പിൾ ആണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്.
നേരത്തെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തതിന് പകരം ഇപ്പൊ ഇവിടെ കണ്ടിന്യൂ ആയി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. നോക്കുക, ഇഫ് വേരിയബിൾ ഡബിൾ ഈക്വൽ ടു 5 ആണെങ്കിൽ കണ്ടിന്യൂ. എന്താണ് ആ കണ്ടീഷൻ? ട്രൂ ആണെങ്കിൽ 5 എന്നൊരു കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു എക്സിക്യൂഷൻ മാത്രം എനിക്കൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി, കാരണം അതെനിക്ക് വേണ്ട, പക്ഷെ താഴോട്ടുള്ളത് വേണം. അങ്ങനെയുള്ള സർട്ടൻ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഔട്ട്പുട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഔട്ട്പുട്ട് നോക്കിയേ, നമ്മുടെ വേരിയബിൾ ആദ്യം എത്രയായിരുന്നു? 10 ആയിരുന്നു. അവിടെ കണ്ടീഷൻ നമ്മൾ ഡിക്രിമെന്റ് ചെയ്തതിനു ശേഷം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടാണ് 10 എന്നുള്ളത് വരാത്തത്, 9 മുതൽ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ 9, 8, 7, 6, 5 എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. കണ്ടോ? കാരണം നമ്മൾ അവിടെ കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വേരിയബിൾ ഈക്വൽ ടു 5 ആണെങ്കിൽ കണ്ടിന്യൂ. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിക്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു, പക്ഷെ ബാക്കി എക്സിക്യൂഷൻ നടന്നു. അതുകൊണ്ട് 4, 3, 2, 1 വരെ നമുക്ക് എന്ത് ചെയ്തു? എക്സിക്യൂഷൻ നടന്നു. എന്നിട്ട് ലാസ്റ്റ് എൽസ് കേസും നമുക്ക് വർക്കായി, ഗുഡ് ബൈ എന്നുള്ളതും പ്രിന്റ് ആയി. ഇതാണ് കണ്ടിന്യൂ കൺട്രോൾ സ്ട്രക്ചറിന്റെ പ്രത്യേകത. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന? എക്സിക്യൂഷനെ ബ്രേക്ക് ചെയ്യുവാണ്. കണ്ടിന്യൂ ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ഒരു എക്സിക്യൂഷനെ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു, ബാക്കി ഇറ്ററേഷൻ അവിടെ നടക്കുന്നുണ്ട്, എൽസ് കേസും പ്രിന്റ് ആവും. അതാണ് കണ്ടിന്യൂ കൺട്രോൾ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് പാസ്. പാസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു C++, ജാവ സപ്പോർട്ട് ചെയ്യത്തില്ല, പൈത്തണിനകത്തുള്ള ഒരു കേസാണ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ബട്ട് ഇതിന് പ്രത്യേകിച്ച് വലിയ യൂസ് ഒന്നുമില്ല. പാസ് കൊടുക്കുന്നത് കൊണ്ട് എന്താ പറയുന്നത്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് ബ്രേക്ക് പോലെയും കണ്ടിന്യൂ പോലെയും വരത്തില്ല. ഓക്കെ, നമ്മൾ സിൻടാക്റ്റിക്കലി കറക്റ്റ് ആക്കാൻ, ഒരു സംഭവം സിൻടാക്സ് രീതിയിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ആ സിൻടാക്സ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു ഫ്ലോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് പാസ്. ഓക്കെ, അതൊരു നൾ ഓപ്പറേഷൻ എന്ന് പറയാം. കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് അങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ കിട്ടണം എന്നൊന്നും ഇല്ല. ഇതിന് യൂസ് ചെയ്യുന്ന കീവേഡ് പാസ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫോർ ലൂപ്പിനകത്ത് ഞാനൊരു 3 ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ കോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഞാൻ വിളിക്കുവാണ്. അത് ഈ ഫോർ ലൂപ്പിലാ. ഈ ഫോർ ലൂപ്പില് തൽക്കാലത്തേക്ക് ഞാൻ ആ 3 ഫംഗ്ഷനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഞാൻ മാറ്റുന്നുള്ളൂ. തൽക്കാലം ഞാൻ കമന്റ് ചെയ്തിട്ടേക്കുക. പക്ഷേ ഞാൻ ആ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് അവിടെ പറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഫോർ ലൂപ്പിന്റെ കണ്ടന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കണ്ടന്റ് അവിടെ ഇല്ല. അതിന്റെ ബോഡി ഇല്ലല്ലോ ഫോർ ലൂപ്പിന്. പക്ഷെ എനിക്ക് എക്സിക്യൂഷൻ നടക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് പാസ് എന്ന് പറയുന്ന ഒരു കീവേഡ് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ പ്രത്യേകിച്ച് ഫോർ ലൂപ്പിന് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു കണ്ടന്റ് അവിടെ കൊടുത്തില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല, എക്സിക്യൂഷൻ നടക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഫംഗ്ഷനകത്ത് ചിലപ്പോൾ സം എറേഴ്സ് ഉണ്ടായിരിക്കും. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാനത് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ് എനിക്കൊന്ന് റൺ ആക്കി കാണിക്കണം, എന്നാൽ സിൻടാക്സ് ഒന്നും മാറാനും പാടില്ല എന്നൊരു കണ്ടീഷൻ വരുമ്പം എനിക്ക് എന്ത് ചെയ്യാം? ഈ പാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്താൽ മതി, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ മതി. ബട്ട് ആക്ച്വലി ഇത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ, എനിക്കിപ്പോ ഫോർ ലൂപ്പിന്റെ കേസ് പറഞ്ഞതുപോലെ ഈ പാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എറർ അടിക്കും. അപ്പൊ ഇത് ഒരു കണക്കിന് ഇത് യൂസും ഉണ്ട്, ബട്ട് ഇത് വലുതായിട്ട് സംഭവങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു നൾ ഓപ്പറേഷൻ ആണ് ഇത് പെർഫോം ചെയ്യുന്നതെന്ന് പറയാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് പാസ്. ഓക്കെ, ഇതാണ് 3 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്: ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. ബ്രേക്കും കണ്ടിന്യൂവും എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഒരു പ്രോഗ്രാം, അതിന്റെ സിൻടാക്സും ഒരു പ്രോഗ്രാമും കൂടി വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരിക്കത്തില്ല നമ്മൾ പേപ്പറിൽ എഴുതി വരുന്നത്. പക്ഷെ ഒരു പ്രോഗ്രാം എഴുതി വെക്കുവാണെങ്കിൽ അവർക്ക് ഐഡിയ മനസ്സിലാവും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. മറ്റേടത്ത് ബ്രേക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആയിട്ടുണ്ടോ, കുട്ടിക്ക് അതിനെ പറ്റിയുള്ള ലോജിക് ഉണ്ടോ എന്ന് മനസ്സിലാവും. സോ പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും എഴുതിക്കോളാം ഈ 3 എണ്ണത്തിന്. ഓക്കെ, ഇത് പാസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇഫ് കണ്ടീഷനകത്ത് ഞാനൊരു പാസ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലെങ്കിലും എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ അറിയാം. പാസ്, ദിസ് ഈസ് എ പാസ് ബ്ലോക്ക് എന്നുള്ളത് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അത് അതുകൊണ്ട് പ്രിന്റ് ആവും. അത് ഏത് കേസിലാണെന്ന് കണ്ടില്ലേ? ലെറ്റർ ഈക്വൽ ടു എച്ച് ആവുമ്പോൾ മാത്രം പാസ് പ്രിന്റ് ആവും, അല്ലാത്ത കേസിലൊന്നും വരില്ല. അല്ലാത്ത കേസിലെല്ലാം കറണ്ട് ലെറ്റർ ഏതാണെന്ന് മാത്രമേ പ്രിന്റ് ആവത്തുള്ളൂ. ഓക്കെ, ആണ് പാസിന്റെ ഉപയോഗം. നൾ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നതെന്ന്
ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാവും പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക്. ഓക്കെ, ഇനി റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ സി പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു കണ്ടീഷൻ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ഐറ്ററേഷൻ പാർട്ട് ഉണ്ടായിരിക്കും. അതായത് ഫോർ ലൂപ്പ് നമ്മൾ സിന്റാക്സ് പറഞ്ഞില്ലേ, ആ ഫോറിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാല്യൂ ചിലപ്പോൾ അസൈൻ ചെയ്യും, അതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ അത് എങ്ങനെയാണ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഒരു ഐറ്ററേഷൻ പാർട്ടും നമുക്ക് ഉണ്ടായിരിക്കും നോർമലി. പൈത്തണിനകത്താണെങ്കിൽ നമ്മളൊരു റേഞ്ച് ഫംഗ്ഷൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എനിക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഇത്ര രീതിയിലുള്ള സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഇത്ര റേഞ്ച് ഓഫ് നമ്പേഴ്സ് മതി എന്നൊരു റേഞ്ച് ആണ് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള റേഞ്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ 3 പാർട്ടും ഈ റേഞ്ച് ഫംഗ്ഷനിൽ വരുന്നുണ്ട്. അതായത് ഇനിഷ്യലൈസേഷനും കണ്ടീഷനും ഐറ്ററേഷനും എല്ലാം ഈ റേഞ്ച് ഫംഗ്ഷനകത്ത് വരുന്നുണ്ട്. ജസ്റ്റ് റേഞ്ച് ഫംഗ്ഷൻ അങ്ങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അതിന് യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ് ആണ് റേഞ്ച്, പിന്നെ ഫംഗ്ഷൻ പാരാന്തസിസ്, ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തസിസും. ഇതാണ് ഒരു റേഞ്ച് എന്ന് പറഞ്ഞത്, ഒരു ഫംഗ്ഷൻ ആണ്. ഒരു നിങ്ങൾക്ക് എത്ര മാർക്കിനാണെന്ന് അറിയത്തില്ല, എന്തായാലും 3 മാർക്കിനോ 2 മാർക്കിനോ വല്ല ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ വാട്ട് യു മീൻ ബൈ റേഞ്ച് ഫംഗ്ഷൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കുക, ഞാൻ റേഞ്ച് ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജനറേറ്റ് ആയി കിട്ടുന്ന നമ്പർ 0 to 4 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. അതായത് ബൈ ഡീഫോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേഞ്ച് 5 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം 4 വരെയല്ല പോകത്തുള്ളൂ. റേഞ്ച് ഓഫ് 5 ആണെങ്കിൽ 0 to 4 വരെയുള്ളത് നമുക്ക് ജനറേറ്റ് ആവും. ഇനി അതല്ല, എനിക്ക് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ റേഞ്ച് ഫംഗ്ഷനുള്ളിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത എക്സാമ്പിളിൽ നോക്കുക, ഞാൻ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെ ഉള്ളതായിരിക്കും പ്രിന്റ് ആവുന്നത്. അതായത് റേഞ്ച് ഫംഗ്ഷനിൽ ഇപ്പം എനിക്ക് 6 വരെ മതി എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ റേഞ്ച് ഫംഗ്ഷന്റെ ലിമിറ്റ് എത്രയായിരിക്കണം? 7 ആയിരിക്കണം. എന്നാലേ 6 വരെ അത് എന്ന് റിട്ടേൺ ചെയ്ത് തരത്തുള്ളൂ. എനിക്ക് 8 വരെയാണെങ്കിൽ ഞാൻ 1 to 9 കൊടുക്കണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം റേഞ്ച് ഫംഗ്ഷനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. 10 നമ്പർ എനിക്ക് ഇപ്പോൾ ഇവിടെ വേണമായിരുന്നുണ്ടെങ്കിൽ ഞാൻ റേഞ്ചിൽ 1,11 കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് 1 to 10 വരെയുള്ളത് ജനറേറ്റ് ആയിട്ട് കിട്ടിയാണ്. ഓക്കെ, ബൈ ഡീഫോൾട്ട് ഞാൻ പറഞ്ഞു 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ ഡീഫോൾട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നതും +1 തന്നെയാണ്. അതായത് നമ്മളൊരു ഇൻക്രിമെന്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ ഡീഫോൾട്ട് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് +1 എന്നുള്ള രീതിയിലാണ്. അത് 1 2 3 എന്നുള്ളൊരു രീതിയിലായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. റേഞ്ച് ഫംഗ്ഷനിൽ ഇൻക്രിമെന്റ് +2 ആണോ 3 ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇത് നമ്മൾ ഫോർ ലൂപ്പിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് റേഞ്ച് ഫംഗ്ഷൻ. നമുക്ക് ലിമിറ്റ് പറഞ്ഞു കൊടുക്കാൻ, എവിടെ വരെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം, എക്സിക്യൂഷൻ പോകണം എന്ന് പറഞ്ഞു കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് റേഞ്ച് ഫംഗ്ഷൻ. ഇനി ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും ഒന്നെങ്കിൽ ഒരു വൈൽ ലൂപ്പ്, അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പ്, അല്ലെങ്കിൽ ഇഫ്, ബ്രേക്ക്, കണ്ടിന്യൂ, ഇതെല്ലാം വരുന്നുണ്ട്. സോ 2 പ്രോഗ്രാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയുള്ളത് ഇതേപോലൊക്കെ തന്നെ ഉള്ളൂ. അത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ചോദിക്കുക. ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ ഗിവൺ നമ്പർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ അതിന്റെ കൂടെ അവർ പറയും യൂസിങ് വൈൽ ലൂപ്പ് അല്ലെങ്കിൽ യൂസിങ് ഫോർ ലൂപ്പ്. 2 വെച്ചിട്ടും എഴുതി പഠിക്കുക, തനിയെ ട്രൈ ചെയ്യുക. അല്ലാതെ നമ്മൾ പ്രോഗ്രാം നോക്കി കോപ്പി ചെയ്യരുത്, തനിയെ ലോജിക്ക് വെച്ച് എഴുതുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെ ആയിരിക്കും എറർ വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ മാത്രം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. എന്ത് വേരിയബിൾ വേണേലും കൊടുക്കാം, ABCD Z എന്ത് വേണേലും കൊടുക്കാം. നം ABCD എന്ത് വേണേലും കൊടുക്കാം. ഇപ്പൊ ഞാൻ നം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇപ്പം ഓൾറെഡി ഫിക്സ് ചെയ്തു, എനിക്ക് 6 എന്ന് പറഞ്ഞൊരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് നം = 6 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കത്തില്ല ഏത് നമ്പറിന്റെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് ചോദിക്കത്തില്ല. എന്ത് ചെയ്യും? 6ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങ് കാണിക്കത്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ അങ്ങനല്ല ചെയ്തിരിക്കുന്നത്, നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചോദിച്ചത്. കാരണം ഇങ്ങനെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഡയറക്റ്റ് അസൈൻ ചെയ്യുന്ന ചാൻസ് കുറവാണ്. അപ്പൊ ഈ രീതിയിൽ തന്നെ. അപ്പം പൈത്തണിനകത്ത് എങ്ങനെയാണ് റീഡ് ചെയ്തെടുക്കുന്ന വേരിയബിൾസ് വാല്യൂസ് എങ്ങനെ റീഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻപുട്ട് ഓഫ് എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്,
അത് ഡബിൾ കോഡ്സിൽ. ഇവിടെ ഞാൻ യൂസറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എൻ്റർ ദ നമ്പർ, അതായത് ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണോ വേണ്ടുന്നത് അത് യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അവിടെ ഇൻഡ് ഓഫ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇന്റിജർ നമ്പറിന്റെയാണ് ടേബിൾ നമുക്ക് വേണ്ടുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു സ്ട്രിങ് ആണെങ്കിലും അതിനെ നമ്മൾ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു യൂസർ ഒരു വാല്യൂ കൊടുത്തു. ഇവിടെ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം എൻ്റർ ദ നമ്പർ എന്ന് ചോദിച്ചു. 6 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ അത് സ്റ്റോർ ആവും, അല്ലെങ്കിൽ അസൈൻ ആവും. ഓക്കെ, അപ്പൊ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ അത് അസൈൻ ആയി. നെക്സ്റ്റ് പ്രിന്റ് അറിയാം നമുക്ക് എന്താണ് വേണ്ടുന്നത്, ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഡബിൾ കോഡ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് കോമ നമ്മുടെ വാല്യൂ ഇരിക്കുന്ന വേരിയബിൾ ഏതാണ്, നം. അപ്പൊ അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യുക. ഇത് യൂസർ കൺവീനിയന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് ചുമ്മാ ഒരു ടേബിൾ വരാതെ നമ്മൾ അതിനെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 6 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് കോമ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിൾ നെയിം ഏതാണ്, അത് ഇവിടെ അത് നം ആണ്. ഓക്കെ, ഇനി നമ്മള് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ ലൂപ്പ് കണ്ടീഷൻ അകത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഫോർ ഐ ഇൻ റേഞ്ച്. നേരത്തെ പറഞ്ഞ റേഞ്ച് ഫംഗ്ഷന്റെ ഉപയോഗം കണ്ടോ. റേഞ്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 അല്ല, അതായത് ഇപ്പൊ 1 കൊടുത്തില്ലായിരുന്നെങ്കിൽ 0 വന്നേനെ. 0 മുതലല്ലോ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എവിടെ മൂല 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 കൊടുത്തു. കോമ എനിക്ക് എവിടെ വേണം 12 വരെ ആവാം, ഞാൻ 10 വരെ എടുക്കുന്നുള്ളൂ. സോ ഞാൻ ഇൻക്രിമെന്റ് ചെയ്തു 11 വരെ കൊടുത്തെങ്കിൽ മാത്രമേ റേഞ്ച് ഫംഗ്ഷനിൽ എനിക്ക് 10 വരെ കിട്ടത്തുള്ളൂ. സോ 1,11 എന്ന് ഞാൻ കണ്ടീഷൻ കൊടുത്തു. ഫോർ ഐ എന്ന് പറയുന്നത് എന്റെ ലൂപ്പിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ആണ്. ഐ ജെ കെ എന്ത് വേണേലും യൂസ് ചെയ്യാം. സോ കണ്ടീഷൻ ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഫ്രം 1 to 11 വരെ എനിക്ക് ഐട്രേറ്റ് ചെയ്യണം. ഇനി എന്താണ് ഐട്രേറ്റ് ചെയ്യേണ്ടുന്നത്, അത് പ്രിന്റിനകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ ഡൗട്ട് വരരുത്. കാരണം 6 into 1 equal to 6 ഈ ഒരു ഫോർമാറ്റിൽ എനിക്ക് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അതേ ഫോർമാറ്റിൽ ഞാൻ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. 1 into 6 equal to 6 എന്ന് വേണമെങ്കിലും വരാം. നോർമലി നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പൊ പ്രിന്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നു നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മുടെ ഏത് ഡിജിറ്റിന്റെ ആണോ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണ്ടുന്നത് 6, അതെവിടെയുണ്ട്, നം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സോ നം കോമ പിന്നെ നമുക്ക് എന്തോ വേണം, ഇൻറ്റു എന്ന് പറയുന്നൊരു സിമ്പിൾ വേണം. അത് നമുക്ക് ചുമ്മാതെ പ്രിന്റ് ചെയ്ത് വന്നാൽ മതി, അതിനകത്ത് കാൽക്കുലേഷനും കാര്യങ്ങളൊന്നുമില്ല. അത് അതേപോലെ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഡബിൾ കോഡ്സിൽ കൊടുത്തു ഇൻറ്റു കോമ. ഇനി അടുത്ത ഏതാണ്, 1 2 3 4 എന്നുള്ളതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടുന്നത്. അത് നമ്മുടെ ഏത് വേരിയബിളിൽ ഇരിപ്പുണ്ട്, ഐ എന്ന് പറയുന്ന ലൂപ്പിംഗ് വേരിയബിൾ ഇരിപ്പുണ്ട്. സോ ഐ പ്രിന്റ് ചെയ്യുക. ഐ ഡബിൾ കോഡ്സിൽ കൊടുക്കരുത്, ഐയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ഐ എന്ന് മാത്രം കൊടുക്കുക. ദെൻ അഗെയിൻ കോമ. ഇനി അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഈക്വൽ സൈൻ ആണ്. അത് അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അത് ഡബിൾ കോഡ്സിൽ കൊടുത്തു. ദെൻ കോമ പിന്നെന്താണ് റിസൾട്ട്, അതായത് 6 into 1 equal to 6 എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യണമല്ലോ. ഈ 6 എന്നുള്ളത് എവിടെ ഇരിപ്പുണ്ട്, നം ഇൻറ്റു ഐ. നം എന്ന് പറയുന്നത് ഏതാണ്, 6 ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഏതാണ്, 1. ഓക്കെ, അപ്പൊ ആ 6 എന്ന് പറഞ്ഞത് വരത്തില്ലേ. അടുത്തത് എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ബൈ ഡീഫോൾട്ട് 1 വെച്ചിട്ട് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, +1 വെച്ചിട്ട് തന്നെ പോകും. 1 2 3 എന്നുള്ള രീതിയിൽ തന്നെ പോകും എന്നുള്ളത് കൊണ്ട് ആ ഐട്രേഷൻ നടന്നോളും. നെക്സ്റ്റ് ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 2 ആവും. അപ്പോഴും 6 into 2 equal to 12 വരും. പിന്നെയും എക്സിക്യൂഷൻ നടക്കും, ഐയുടെ വാല്യൂ എന്താവും, 3 ആവും. അങ്ങനെ എവിടെ വരെ പോകും, ഐയുടെ വാല്യൂ 10 ആകുന്ന വരെ പോകും. ഓക്കെ, എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈ രീതിയിലല്ല 1 into 6 equal to 6 എന്നുള്ള രീതിയിലാണെങ്കിൽ ആ രീതിയിലും ഐ കോമ ഇൻറ്റു ഡബിൾ കോഡ്സിൽ കോമ നം കോമ ഡബിൾ കോഡ്സിൽ ഈക്വൽ സൈൻ കോമ നം ഇൻറ്റു ഐ എന്ന് കൊടുത്താലും മതി. അത് നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് മാറ്റി മാറ്റി എഴുതുക. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാമിന്റെ ഒരു എക്സ്പ്ലനേഷൻ. തനിയെ ഒന്ന് ഓൺലൈൻ കമ്പൈലർ ഫോർ പൈത്തൺ പ്രോഗ്രാം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം വരും. അവിടെ ഈ പ്രോഗ്രാം തനിയെ ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കുക. അവിടെ തന്നെ റൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ തന്നെ കാണിക്കും.
അങ്ങനെ സപ്പോസ് ഇതിന് പൈത്തൺ റൺ ചെയ്ത് നോക്കാനുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും നമ്മുടെ ലാപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ കമ്പൈലർ അവൈലബിൾ ആണ്. അതിൽ വെച്ചിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം പ്രോഗ്രാം ഒക്കെ എഴുതിയിട്ട്. ഓക്കെ, ഇത് റിവേഴ്സ് ഓഫ് എ നമ്പർ ആണ്. അറിയാം, നമുക്കിപ്പം ഒരു നമ്പറിന്റെ റിവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പം ഇത്രയുള്ള റിവേഴ്സ് അറിയാം. 1 2 3 എന്നാണെങ്കിൽ 3 2 1 എന്ന് വരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻപുട്ട് ഓഫ് യൂസ് ചെയ്തിട്ടൊരു ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്ത് വാങ്ങിക്കുന്നു യൂസറിന്റെ കയ്യിൽ നിന്ന്. അവര് എൻ്റർ ചെയ്യുന്ന എത്ര വലിയ നമ്പർ ആണെങ്കിലും അതിന്റെ റിവേഴ്സ് നമുക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇത്. ഓക്കെ, വൈൽ കണ്ടീഷൻ. അപ്പൊ നമ്പർ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ എന്തിരിപ്പുണ്ട്, ഡിജിറ്റ് ഇരിപ്പുണ്ട്. കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്, ഗ്രേറ്റർ ദാൻ 0 ആണോ. കണ്ടീഷൻ ചെക്ക് ചെയ്തു. എന്നിട്ട് അവിടെ റിമൈൻഡർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്പർ മോഡുലസ് ഓപ്പറേറ്റർ 10 അങ്ങനെ വരുമ്പോഴത്തേക്ക് റിമൈൻഡർ നമുക്ക് കിട്ടിക്കോളും. ഡിവിഷൻ അല്ല എവിടെ കിടക്കുന്നത്, മോഡ് ഓപ്പറേഷൻ ആണ്. മോഡുലസ് 10 ആകുമ്പോഴത്തേക്ക് റിമൈൻഡർ എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മളൊരു എന്താ പറഞ്ഞത്, ഇതിന്റെ റിവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി റിവേഴ്സ് നമ്പർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്, റിവേഴ്സ് നമ്പർ ഇൻറ്റു 10 പ്ലസ് നേരത്തെ കണ്ടുപിടിച്ച റിമൈൻഡർ. അതെന്ന് പറയുന്നത് ഇപ്പൊ എവിടെയുണ്ട്, റിവേഴ്സ് നമ്പറിൽ ഇരിപ്പുണ്ട്. അപ്പം ആദ്യം നമ്മൾ 0 കൊടുക്കുന്നത് അതിനകത്ത് ഗാർബേജ് വാല്യൂസ് പോലെ വേറെ വാല്യൂസ് ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം 0 ആയിട്ട് തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ റിവേഴ്സ് നമ്പറിൽ ആ വാല്യൂ ഉണ്ട്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഡിവിഷൻ 10. അത് ഡിവിഷൻ ആണ് കിടക്കുന്നത്. ഇതൊന്ന് ചെക്ക് ചെയ്തോളാം. ഈ 2 സ്ലാഷ് ബൈ മിസ്റ്റേക്ക് കയറി വന്നെന്ന് തോന്നുന്നു. നമ്പർ ബൈ 10 എന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഐട്രേഷൻ ആണ് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യുന്നത്. നമ്പർ മോഡ് 10 എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒരു റിമൈൻഡർ നമുക്ക് കിട്ടുന്നു. അതേ ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ വരുമ്പോഴത്തേക്ക് അത് എവിടെയുണ്ട്, റിവേഴ്സ് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിപ്പുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഐട്രേഷൻ നടക്കുന്നത്, അടുത്ത നമ്പറിന്റെ വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ ആദ്യത്തെ നമ്പർ അല്ല, ആദ്യത്തെ ഡിജിറ്റ് അല്ല, നേരത്തെ കിട്ടിയ നമ്പർ ബൈ 10 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് അടുത്ത ഐട്രേഷന് പോകേണ്ടുന്നത്. അത് സംശയം വരാതിരിക്കാൻ. എന്നിട്ട് ഈ വൈൽ ലൂപ്പിനകത്ത് തന്നെ നമ്മൾ റിവേഴ്സ് പ്രിന്റ് ചെയ്യരുത്. കാരണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ തവണയും റിവേഴ്സ് നമ്പറിൽ ഇരിക്കുന്ന റിമൈൻഡർ ആയിരിക്കും നമുക്ക് പ്രിന്റ് ആവുന്നത്. നമുക്ക് ഫൈനൽ റിസൾട്ട് ആണ് വേണ്ടുന്നതെങ്കിൽ അത് വൈൽ ലൂപ്പിന്റെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യുക, പുറത്ത് വന്നിട്ട് വേണം പ്രിന്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത് വൈൽ ലൂപ്പിന്റെ അതേ പൊസിഷനിൽ സ്പേസിങ്ങിലുമാണ് കിടക്കുന്നത്. പ്രിന്റ് റിവേഴ്സ് ഓഫ് ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് REVS നമ്പർ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഓരോ ഐട്രേഷനിലും ഇപ്പോൾ ഒരു ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഒരു ഡിജിറ്റ് എടുക്കുക, 1 2 3 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് എടുക്കുക, അതേ മോഡ് 10 കാണുക, അതേ മോഡ് 10 കണ്ടതിന്റെ റിസൾട്ട് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സേവ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഐട്രേഷൻ ചെയ്യുക. അപ്പൊ റിവേഴ്സിന്റെ ആദ്യം REVS നമ്പർ എന്ന് പറയുന്നതിൽ 0 ആണുള്ളത്. 0 × 10 പ്ലസ് നമുക്ക് കിട്ടിയ റിമൈൻഡർ നോക്കുക. ആ ഒരു ഐട്രേഷനിൽ തനിയെ മാനുവലി റൺ ചെയ്ത് നോക്കുക, അതായത് കണക്ക് കൂട്ടി നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫങ്ഷനിങ് പോകുന്നതെന്ന്. പിന്നെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഐട്രേഷൻ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 2 3 4 5, എനിക്ക് കിട്ടുന്ന പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് 5 4 3 2 1 എന്നുള്ളതാണ്. ഇതിന്റെ ഐട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഉള്ള ഒരു സ്റ്റെപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 5 ഐട്രേഷൻ കഴിഞ്ഞാലേ ഈ പറഞ്ഞേക്കുന്ന 5 4 3 2 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടൂ. ഇവിടെ ഞാനൊരു 4 വരെ കൊടുത്തിട്ടുണ്ട്. 5ാമത്തത് തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് 4th ഐട്രേഷനിൽ നമ്പർ ഈക്വൽ ടു 1 വരുന്നുണ്ട്. ഈ 1 വെച്ചിട്ടാണ് അടുത്ത ഐട്രേഷൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് റിവേഴ്സ് കിട്ടിക്കോളും, 5 4 3 2 1 കിട്ടിക്കോളും. ഇപ്പൊ ഇവിടെ റിവേഴ്സ് 4th ഐട്രേഷൻ ആകുമ്പോൾ തന്നെ 5 4 3 2 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ഐട്രേഷൻ ആകുമ്പോഴത്തേക്ക് ഫുൾ ആയിട്ട് അത് കിട്ടും. അപ്പൊ ആദ്യം ഇത്രയും വലിയ ഡിജിറ്റ് വെച്ച് ചെയ്യാതെ ചെറിയ ഡിജിറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് മാനുവലി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഐട്രേഷൻ നമ്മൾ ഇങ്ങനെ ഓറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഐട്രേഷൻ ഇങ്ങനെ ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലൊന്ന് മാനുവലി ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രോഗ്രാം വെച്ചിട്ടും തനിയെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. എന്നാലേ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കത്തുള്ളൂ. റിവേഴ്സ് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ലോജിക്കും നമുക്ക് വേണം. ഇതാണ് ഐഡിയ എന്നുള്ളത് മനസ്സിലാവണം. ഇതിന്റെ ഒരു ലോജിക്ക് കിട്ടണം, കാൽക്കുലേഷൻ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഈ റിവേഴ്സ് ഓഫ് എ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ പാലിൻഡ്രോം ആണോ ഒരു നമ്പർ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു നമ്പരും അതിന്റെ റിവേഴ്സും ഈക്വൽ ആവുന്നതിനാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഡിജിറ്റിന്റെ കേസിലും വരാം,
സ്ട്രിങ്ങിന്റെ കേസിലും വരാം. സ്ട്രിങ് പാലിൻഡ്രോം ആണെന്നും ചോദിക്കും, ഡിജിറ്റ് പാലിൻഡ്രോം ആണെന്നും ചെക്ക് ചെയ്യാൻ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? റിവേഴ്സ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. സോ ഈ ഐട്രേഷൻ നോക്കി ഒരു ഡിജിറ്റ് എടുക്കുക, അത് എങ്ങനെയാണ് അതിന്റെ എക്സിക്യൂഷൻ പോകുന്നത് നോക്കുക, എന്നിട്ട് എന്താ നോക്കുക, പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക ഒരു ഡിജിറ്റ് വെച്ചിട്ട്. അപ്പൊ എന്റെ ഐഡിയ കിട്ടും. ഓക്കെ, 2 പ്രോഗ്രാം ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ.